മുഖത്തിന് നല്ല ഗ്ലാമർ ആഗ്രഹിക്കാത്ത ആരാളുള്ളത് അല്ലേ? അതിനുവേണ്ടി എത്ര പൈസ ചിലവാക്കാനും നമുക്കൊരു മടിയില്ല. എന്തോരം ക്രീമുകൾ വാരി തേക്കുന്നുണ്ട്. പക്ഷേ പല ക്രീമുകളും തേക്കുമ്പോൾ ബാക്കിയാവുന്നത് അലർജിയാണ്, കിഡ്നി സംബന്ധമായ രോഗങ്ങളാണ്, ക്യാൻസറാണ്, പ്രശ്നങ്ങളാണ്. പിന്നെ എങ്ങനെ മുഖസൗന്ദര്യം ഉണ്ടാക്കും? ഒരു കിഡിലൻ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു 6-7 വഴികളുണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതിലൊരു ആയത്തുണ്ട്. നമ്മളിത് വേണ്ടവണ്ണം ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖം പ്രകാശിക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടെ നമുക്ക് ലഭിക്കുന്ന മുഅ്മിനീങ്ങളായി മാറും. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരത്തിൽ മുഖം പ്രകാശിക്കുന്ന, ജീവിതം തന്നെ പ്രകാശിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഉംറ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? നല്ല ഹാപ്പി ആയിരിക്കണം. ശഅബാൻ ഇങ്ങനെ വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുക നമ്മളിൽ നിന്നല്ലേ. റമദാൻ ഇത് അടുത്തേക്ക് വരികയാണ്. അള്ളാഹുവേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഈ ദുആ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് 2 ദിവസം മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ദുആയിൽ ഇങ്ങനെ കേൾക്കാറുണ്ട്, റമദാനിനെ എത്തിച്ചു തരണേ അല്ലാ, റമദാനിന് മുമ്പ് മരിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ റബ്ബാണ്. നമുക്കെന്താണോ ഗുണം അത് തരുന്നതാണ്, അത് തരുന്നവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. ഏത് നിമിഷമാണ് നമ്മളെ റൂഹ് അള്ളാഹു പിടിക്കുന്നതെന്നറിയില്ല അല്ലേ? പടച്ച റബ്ബ് ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് എത്ര നല്ല ഹൃദ്യമായി സംസാരിക്കുന്നവരാണ്, ഖൽബിൽ തട്ടിക്കിട്ട് സംസാരിക്കുന്നവരാണല്ലേ. അവരുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ വെറും പ്രസംഗിച്ചു പോലും മാത്രമല്ല, ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നൊരു മഹാനായ മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർകൾ. ഏതുറക്കത്തിൽ ചോദിച്ചാലും ഹൃദ്യമായ ഹിഫ്ള് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത്രമേൽ മനോഹരമായൊരു മനുഷ്യൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗ്ഗജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. ആ കുടുംബത്തിന്, പ്രിയപ്പെട്ട ഇണയ്ക്ക്, സന്താനങ്ങൾക്ക്, അവരുടെ കുടുംബക്കാർക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് മരിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. എപ്പോഴും പ്രാർത്ഥിക്കുക, പടച്ചോനെ റമദാനൊന്ന് അനുകൂലാക്കി തരണേ അല്ല, റമദാനിന് മുമ്പ് റൂഹ് പിടിക്കല്ലേ അല്ല, പടച്ചോൻ ഈമാൻ സലാമത്താക്കി തരണേ അല്ല എന്ന്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം, ഗ്ലാമറാകാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കുറേ ട്രെൻഡിങ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ, വെളുത്തിട്ട് പാറുന്ന വീഡിയോസൊക്കെ. ഞാൻ വെളുത്തിട്ട് പാറുന്ന ഒരു കഥയല്ല പറയണത്, അതുകൊണ്ട് തന്നെ ചീത്ത പറയാൻ വരുന്നവർ ശ്രദ്ധിക്കണം. വെളുത്തിട്ട് പാറുന്ന കഥയല്ല ഇവിടെ പറയണത്. സൗന്ദര്യം അത് വേണം. അതായത് നമുക്ക് അല്ലാഹു തന്ന ശരീരം, നമുക്ക് അല്ലാഹു തന്ന അഴക്, അതിൽ നമ്മൾ സംതൃപ്തരായിക്കൊണ്ട് ആ അഴകിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹ് ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലേ. ആ ഭംഗി അല്ലാഹു ഇഷ്ടപ്പെടും. അത് കറുപ്പിലോ വെളുപ്പിലൊന്നൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. കറുത്തത് കൊണ്ട് ഭംഗി അല്ലെങ്കിൽ വെളുത്തത് കൊണ്ട് ഭംഗി അങ്ങനെയൊന്നുമല്ല. വെളുത്താലും കറുച്ചാലും ഒരു മുഖത്തിനൊരു ഐശ്വര്യം ഉണ്ടാകണം, അതൊരു സന്തോഷമാണ്. എത്രയോ ക്രീമുകളല്ലേ നമ്മൾ വാരിത്തേക്കുന്നത് മുഖത്തിനൊരു കാണുമ്പോൾ ഒരു തെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, തേക്കാറില്ലേ? മുഖം വാഷ് ചെയ്യും, പിന്നെന്തൊക്കെയാണ് യൂസ് ചെയ്യാറ്? സെറം യൂസ് ചെയ്യും, പിന്നെ ടാൻ റിമൂവർ യൂസ് ചെയ്യും, പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇങ്ങനെ പൊട്ടിയിട്ട് നമ്മൾ നടക്കാറുണ്ട്. പക്ഷെ പലതും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. ചില ആളുകൾ, ഡോക്ടേഴ്സ് പറയുന്നത് കാണാം, ചില ക്രീമുകൾ കിഡ്നി രോഗം വരെ ഉണ്ടാക്കും, കിഡ്നി തകരും. അങ്ങനെ ദിവസം കിഡ്നി തകരുന്നേ, അതായത് ഈ ക്രീമുകളുടെ അകത്ത് മെർക്കുറി ഉണ്ട്. നമ്മുടെ ഈ ചെറിയ ചെറിയ സെല്ലുകൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് തുളച്ചിട്ട് മെർക്കുറി അകത്തേക്ക് കയറുകയും അതിലൂടെ നമ്മുടെ കിഡ്നി അടിച്ചു പോകാൻ വരെ മുഖത്ത് തേക്കുന്ന പല ക്രീമുകളും കാരണമാണ്. അപ്പോൾ എത്ര ഗൗരവമാണ്. അപ്പോൾ മുഖത്ത് തേക്കുന്ന പലതും, ഇപ്പോൾ പൗഡർ ആണെങ്കിൽ പോലും പ്രശ്നമാണ്. പൗഡറൊക്കെ ഒരിക്കലും യൂസ് ചെയ്യരുതെന്നാണ് ഡോക്ടേഴ്സ് പറയാം, ബോധമുള്ള ഡോക്ടേഴ്സ് പറയാം. കുഞ്ഞുങ്ങൾക്കൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇപ്പോൾ നമ്മളടക്കം എല്ലാവരും ഉപയോഗിക്കാറുണ്ട് കുട്ടികൾക്ക് അല്ലേ. പക്ഷേ ആ കുട്ടികൾ പതിയെ അലർജിക്കായി മാറുകയാണ് അല്ലേ, അലർജിക്ക് അഡിക്റ്റായി മാറുകയാണ്. ഭയങ്കര അലർജി. എവിടെ പോകുമ്പോൾ ഈ പൊടി മൂക്കിലേക്ക് വലിച്ചെടുക്കല്ലേ, ലങ്സിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽ അല്ലാത്ത ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും മുഖ സൗന്ദര്യം ഉണ്ടാവില്ല,
ഒന്നിങ്ങനെ ഒന്ന് വെളുത്ത് തുടുത്തൊരു വെള്ളാമ്പാറ്റേനെ പോലായി അങ്ങനെയൊക്കെ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിന് വേണ്ടിയിട്ട്. ആകെ വല്ലാതെ മുഖത്തിൻ്റെ ഉള്ള ഭംഗി നശിപ്പിച്ച് കളയലാണ്. അതായത് വെളുക്കലൊന്നുമല്ല സൗന്ദര്യം അല്ലേ, ഹൃദയത്തിൻ്റെ ഭംഗിയാണ് ജീവിതത്തിൻ്റെ ഒരു മനോഹരമായ ദിശയെ നിർണ്ണയിക്കുന്നത് എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമൻ്റ് കണ്ടു, എൻ്റെ കുഞ്ഞ് കറുത്തു പോയതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മക്ക് എന്നോട് ദേഷ്യമാണ്. ആ അമ്മായിയമ്മനക്ക് എന്ത് ചെയ്യണം പടച്ചോനെ? ഇവരൊക്കെ ഏത് ലോകത്തേക്ക് ജീവിക്കണേ? എന്ത് മനുഷ്യരാണ്! അല്പം പോലും ഒരു ബോധമില്ലാത്ത മനുഷ്യർ, ഇത്രമേൽ നന്ദി കെട്ട മനുഷ്യർ. ഇവരെപ്പോലെ അതപ്പതിച്ച മനുഷ്യന്മാർ വേറെ ആരാണ്? അമ്മായിമ്മയുടെ വാക്ക് കേട്ടിട്ട് കെട്ടിയോൻ അങ്ങനെയാണ് നടക്കണേന്ന. മാതല്ല, നിൻ്റെ കുഞ്ഞല്ലേടോ അത്, നിൻ്റെ കുട്ടിയല്ലേ അത്? എത്ര മോശമാണല്ലേ മനുഷ്യന്മാർ. അതുപോലെ തന്നെ കറുത്തതിൻ്റെ പേരിൽ എപ്പോഴും കുറ്റം പറയുന്ന ഭർത്താവിനെ ഓർത്ത് സങ്കടം വന്നിട്ടൊരു സഹോദരി ആത്മഹത്യ ചെയ്ത സംഭവം കുറച്ച് ആഴ്ചകളല്ലേ ആയിട്ടുള്ളൂ അല്ലേ? നമ്മുടെ മനസ്സിനൊരു ശക്തി ആദ്യം വേണം കേട്ടോ. കറുത്തതും വെളുത്തതും ഒന്നല്ല ഇവിടെ വിഷയം. മുഖത്തിനൊരു സന്തോഷം, ഒരു സൗന്ദര്യം ഉണ്ടാകണം. അതിന് കുറച്ച് ഇസ്ലാമിക് റെമഡീസ് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പാണ്, ഒരു 21 ദിവസം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, മുഖം വെട്ടിത്തിളങ്ങും. വെളുത്തിട്ട് പാറില്ല, മുഖത്തൊരു വല്ലാത്ത ആകർഷണീയത തോന്നും, ഒരു സന്തോഷം, ഒരു പ്രകാശം, ഒരു ഈമാനികമായ ഒരു തിളക്കം മുഖത്തിന് അനുഭവപ്പെടും എന്നാണ്. അതിൽ ആദ്യത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. സൂറത്തു നൂർ, പ്രകാശം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. സൂറത്തു നൂറിലെ 35-ാമത്തെ ആയത്ത് ഒരു 4-5 തവണ, ഒരു 5 തവണ ഓതുക ഡെയിലി. എന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് നിങ്ങളുടെ മുഖത്തിങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. ഇതിങ്ങനെ ഒരു റൊട്ടീനൊന്നോണം എല്ലാ ദിവസവും പതിവാക്കുക. സൂറത്തു നൂറിലെ 35-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയാം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. മനോഹരമായ ഒരായച്ചാണ്. നല്ല ഭംഗിയിൽ ഓതണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ട്, അങ്ങോട്ട് വരുന്നില്ല. നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അള്ളാഹു അൽഹംദുലില്ലാ, റബ്ബ് എന്ത് തന്നാലും അത് ഖൈറാൻ അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്ത്, ഈ ആയത്ത്, സൂറത്തു നൂറിൽ 35-ാമത്തെ ഈ ആയത്ത് ഒരു 4-5 തവണ ഓതിയിട്ട് ഇഷ്ഫീന്ന് മന്ത്രിച്ച് നമ്മുടെ മുഖത്തിങ്ങനെ തടവി കൊടുക്കുക. മുഖത്ത് വല്ലാത്തൊരു പ്രകാശം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യാ നൂറു യാ അള്ളാഹ്. അസ്മാഉൽ ഹുസ്നയിലെ മനോഹരമായ ഇസ്മല്ലേ നൂറ് അല്ലേ? പ്രകാശത്തിൻ്റെ ഉടമയായ അള്ളാഹ്. പ്രകാശത്തെ പടച്ചതും അവനാണ് അല്ലേ? എല്ലാ പ്രകാശവും അവനാണ്. യാ നൂറു യാ അള്ളാഹ്, യാ നൂറു യാ അള്ളാഹ്, യാ നൂറു യാ അള്ളാഹ്. 256 256 256 തവണ ഡെയിലി ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഊതി മുഖത്ത് തടവുക. സൈഡ് എഫക്ട്സ് ഒന്നുമില്ലല്ലോ, സന്തോഷമല്ലേ? ഇത് അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി ഓതുകയാണെങ്കിൽ പടച്ചവൻ്റെ അടുത്തുനിന്ന് കൂലിയും കിട്ടും, അള്ളാഹുവിൻ്റെ ഒരു സംതൃപ്തി കിട്ടും, അതോടൊപ്പം മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങും. മനസ്സിലായോ? മൂന്നാമത്തേത് ഏതാ? മൂന്നാമത്തേത് സുബഹിയുടെ സമയം ഉണ്ടല്ലോ. സുബഹിയുടെ സമയം രാവിലെ നമ്മൾ എഴുന്നേക്കൂലേ? സുബഹിസ്കരിക്കാറില്ല എല്ലാവരും ഉണ്ട്. സുബഹ് നിസ്കാരത്തിന് മുമ്പായിട്ട് കുളിക്കുക, അല്ലെങ്കിൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കുളിക്കുക. പ്രഭാത വേളയിൽ കുളിക്കുന്ന മനുഷ്യർ അതിങ്ങനെ നെത്തിയാക്കുക. സുബഹിക്ക് മുമ്പ് കുളിക്കൽ ഏറ്റവും നല്ലതാണ്. ആ കുളിക്കുന്നവരുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ കുളിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിങ്ങനെ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നാലാമത്തേത് ചെറു റിസ്ക്കുള്ളൊരു എലമെൻ്റാണ്. അതായത് നല്ല മനസ്സുള്ളവരുടെ മുഖം പ്രകാശിക്കും എന്നാണ്. നല്ല മനസ്സുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഞങ്ങൾക്ക് നല്ല മനസ്സുകാരാണ്, ഭയങ്കരമാണ്. നല്ല മനസ്സുണ്ടോ? ഇപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, തഹല്ലഖൂ ബി അഖ്ലാഖില്ല, നിങ്ങളിൽ അള്ളാൻ്റെ സ്വഭാവം ഉണ്ടാകട്ടെ. അള്ളാൻ്റെ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ
നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം, നിങ്ങൾക്ക് തന്നെ അത് ആസ്വദിക്കാൻ പറ്റും. അതൊരു വല്ലാത്ത സന്തോഷമാണ്. പ്രകാശം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വഭാവം നമ്മിലുണ്ടാകണം എന്നാണ്. എന്താ അള്ളാഹിൻ്റെ സ്വഭാവം? അത് കാരുണ്യമാണ്, എല്ലാവരോടും കാരുണ്യം. നമ്മളെന്തോരം തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എന്നിട്ട് അള്ളാഹ് നമുക്ക് പുറത്ത് തന്നെയില്ലേ, കരുണ ചെയ്യണില്ലേ? അതുപോലെ തന്നെ നമ്മളെ ദ്രോഹിച്ചവർക്ക് നമ്മളങ്ങ് പുറത്തു കൊടുക്കുക. അള്ളാഹു കാരുണ്യം നമുക്ക് തരൂലേ അല്ലേ? എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ, ഭാര്യയോടൊക്കെ തൻ്റെ ഇണയോട് എത്ര സ്നേഹത്തോടെ പെരുമാറണം, അവളോട് നല്ലത് പറയാം. യത്തീം കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുക, വിധവകളെ സഹായിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. അള്ളാഹിൻ്റെ സ്വഭാവം നിങ്ങളിലുണ്ടോ, നിങ്ങളുടെ മുഖം പ്രകാശിക്കും. വല്ലാത്തൊരു സന്തോഷം, മുഖത്തൊരു ഈമാനികമായ പ്രകാശം ഇങ്ങനെ ഉയർന്നു വരും. ഇല്ലെങ്കിൽ മുഖത്തൊരു ഈമാനില്ലാണ്ടിങ്ങനെ ഇരുണ്ട് നിൽക്കും. അത് വെളുത്താലും കറച്ചാലും ഒരു ഇരുണ്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ഒരു ഈമാനില്ലല്ലേ ആക്കണ മുഖത്ത് അല്ലേ? ചില പുത്തൻവാദികളെ കണ്ടിട്ടില്ലേ, എത്ര വെളുത്തിരുന്നാലും എത്ര കറുത്തിരുന്നാലും ഒരു ഈമാൻ നമുക്കതൊന്ന് കിട്ടൂല. താടിയുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, ഈമാനുള്ള താടി വേണം. ഹിജാബ് മാത്രമായതുകൊണ്ട് കാര്യമില്ല, ഈമാനുള്ള ഹിജാബ് വേണം. അവിടെയാണ് കാര്യം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ സ്വഭാവം ഉണ്ടാവും. നല്ല സ്വഭാവമുള്ളവരുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാകും എന്നാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അഞ്ചാമത്തേത് തഹജ്ജുദ് പതിവാക്കുക. അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് പതിവാക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ അള്ളാഹു വല്ലാത്തൊരു നൂറ് നിങ്ങളുടെ മുഖത്ത് തരും, ഒരു ഈമാനിൻ്റെ നൂറ്. അത് വല്ലാത്തൊരു സന്തോഷമുള്ള നൂറാണ്. നിങ്ങളെ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഹാപ്പിനെസ്. ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷം, നിങ്ങളുടെ മുഖത്ത് ഈ തെളിച്ചം കാണുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലൊരു സന്തോഷം, ഭർത്താവിൻ്റെ മുഖത്ത് കാണുമ്പോൾ ഭാര്യയുടെ മനസ്സിലൊരു സന്തോഷം. ഇങ്ങനെ വല്ലാത്തൊരു ഹാപ്പിയസ് ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി ആറാമത്തേത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്നൊരു മരുന്നുണ്ട്, സിബിർ. അതായത് ഈ അലോവേറ, എന്തായാലും പറയാം, കറ്റാർവാഴ അല്ലേ, കറ്റാർവാഴയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, കറ്റാർവാഴയുടെ ജെല്ല്. ആ ജെല്ല് രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ മുഖത്ത് പുരട്ടിയിട്ട് നേരം വെളുത്ത്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, തഹജ്ജുദിൻ്റെ സമയം, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ വൈദ്യന്മാരൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും മുത്തുനബി പഠിപ്പിച്ചൊരു മരുന്ന് തന്നെയാണ് ഈ കറ്റാർവാഴ. അതിൻ്റെ ജെല്ലെടുത്തിട്ട് എന്ത് ചെയ്യുക, വേറൊന്നും ചേർക്കരുത്, വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതിങ്ങനെ അടിച്ചെടുക്കുക. അത് അടിച്ചെടുത്തിട്ട് മുഖത്ത് നന്നായി പുരട്ടി കൊടുക്കുക. രാത്രി കിടന്നുറങ്ങുക, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് അത് കഴുകിക്കളയാം. അതൊരു വല്ലാത്ത മുഖഭംഗി, ഒരു വല്ലാത്ത സൗന്ദര്യം നമ്മുടെ മുഖത്തിനുണ്ടാക്കി തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലേ? എത്രയോ പൈസ നമ്മൾ ഓരോ ക്രീമുകൾക്ക് വേണ്ടി കളയുന്നുണ്ട്. ഒരു ക്രീമും വേണ്ട, ഒരു കെമിക്കലും വേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന് ഈ കാര്യം ചെയ്ത് നോക്കിയാൽ പോരെ. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ഒരു 21 ദിവസം നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയേ. ഇതുവരെ ഇല്ലാത്തൊരു മുഖഭംഗി, ഒരു ഈമാനിക ഭംഗി, മുഖത്തിനൊരു പ്രകാശം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ചെയ്തു നോക്കൂലേ? അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ഒരു വഴിയും കൂടെ പറഞ്ഞുതരാം. സൂറത്തു തീൻ, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ. ഇതടക്കിടക്ക് ഓതിയിട്ട് കൈകളിൽ ഊതി മുഖത്ത് തടവിയാലും ഈമാനികമായൊരു പ്രകാശം ഉണ്ടാകുമെന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്ന അവസ്ഥയിൽ നമ്മുടെ മുഖത്തിന് അള്ളാഹു പ്രകാശം തരട്ടെ. വേണ്ടേ? നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം, മുഖത്തൊരു ഈമാനിക പ്രഭയുണ്ടാകണം. എപ്പോഴും മുഖം ഇങ്ങനെ ഇരുണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ മാറാൻ പാടില്ല. വെളുത്താലും കറുത്താലും ചിലരുടെ മുഖം അങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ ഈ എന്താ പറയുക, ഉറുമ്പ് കടിച്ച പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കടിച്ചതുപോലെ ഇരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. മുഖത്തൊരു തെളിച്ചം ഉണ്ടാവണം. ആ തെളിച്ചമുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ നമ്മൾ മുമ്പ് ചോദിച്ച ചോദ്യം, മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട വേദം ഏതാണത്? തൗറാത്താണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി സംസാരിച്ച പർവ്വതത്തിൻ്റെ പേരെന്താണ്? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി സംസാരിച്ച പർവ്വതത്തിൻ്റെ പേരെന്താണ്? ആർക്കാണ് ഉംറക്ക് പോകാൻ തൗഫീക്ക് കിട്ടുക? ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ റമദാനൊക്കെ ഉഷാറാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളുടെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാ. പാരായണം ചെയ്ത ഫാത്തിഹയുടെ മിസ്ല് സവാബ് പ്രിയപ്പെട്ട മസ്ഊദ് ഉസ്താദിൻ്റെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകളുടെയും ഖബറിടങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല, ആഫിയത്തുള്ള ദീർഘായുസ് തരണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കാവലേകണയല്ല. ഒരുപാട് മക്കൾ പലവിധ പരീക്ഷകൾ എഴുതുന്നുണ്ട്, ഉന്നത വിജയം നൽകണയല്ല, ഉന്നത വിജയം നൽകണയല്ല. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല. പഠിക്കാൻ ഉത്സാഹം നൽകണയല്ല. മടി നീ മാറ്റിക്കൊടുക്കണയല്ല. അതവുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണയല്ല. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല. ഇണകളെ നന്നാക്കണയല്ല. കൽബ് നന്നാക്കണയല്ല. പടച്ചോനെ, ഒരുപാട് രോഗികളുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണയല്ല. ആജിലായ ശമനം തരണയല്ല. കാമിലായ ശിഫ തരണയല്ല. ഒരുപാട് പേർ അസുഖബാധിതരായി ഹോസ്പിറ്റലിലാണ്, പരിപൂർണ്ണ ശിഫ നൽകണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പടച്ചവനെ, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തവരുണ്ട്, ലൈസൻസിന് കൊടുത്തവരുണ്ട്, എല്ലാം നീ എളുപ്പാക്കണയല്ല. പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണയല്ല. കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ജോലിയില്ലാത്തവർക്ക് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൈറായ തൊഴിൽ നൽകണയല്ല. പരിശുദ്ധ മക്കയും മദീനയും കാണാതെ മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.